ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു പേരമരമാണ്. പേരയ്ക്ക തിന്നാൻ ആർക്കാണ് കൊതി ആകത്തത്? എന്നാൽ സ്വന്തം വീട്ടുമുറ്റത്ത് വളർന്നു വന്നിരിക്കുന്ന ആ പേരമരത്തിൽ നിന്ന് ഒരു പേരയ്ക്ക പൊട്ടിച്ച് തിന്നുക, അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. പഴുത്തതും പച്ചയായും മൂത്തതും ഒക്കെയായ ഒത്തിരി പേരയ്ക്ക ഈ മരത്തിന്മേൽ ഉണ്ട്. കണ്ടോ, കിടക്കുന്ന കണ്ടോ? ഇതെല്ലാം കൂടാതെ വവ്വാലുകൾ കൊത്തി നിരത്തിട്ട പഴുത്ത പേരക്കകളും ഞങ്ങൾക്ക് കാണാം. കണ്ടോ, എത്ര പേരക്കയാണ് വീണ് നഷ്ടപ്പെടുന്നത്. ഇതെല്ലാം വിദേശങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു പേരയ്ക്ക നമുക്ക് ഷോപ്സിലെല്ലാം പോയി വാങ്ങിക്കണമെങ്കിൽ എത്ര പൈസയാണ് കൊടുക്കേണ്ടത്? ഇത് കുറച്ച് ഇരട്ടക്കയായി, അതുകൊണ്ട് അധികം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമോ എന്ന് അറിയില്ല. പഴുത്ത നല്ല മൂത്ത പേരക്കകൾ ഇവിടെ കിടക്കുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഇന്ന് ഗൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് പേരയ്ക്കമരം. പേരമരം എന്നും പേരയ്ക്കമരം എന്നും ഒക്കെ പറയാം. വളരെ ഭംഗിയല്ലേ നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സ് മരങ്ങളെല്ലാം വെച്ചുപിടിപ്പിക്കുക, നാടിൻ്റെ ഭംഗിയെ ആസ്വദിക്കുക. വേറെ ഒരു മരമാണ് മംഗോസ്റ്റിൻ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മംഗോസ്റ്റിൻ? നല്ല കട്ടിയുള്ള ഇലകളുള്ള ഈ മരങ്ങൾ മംഗോസ്റ്റിൻ്റെ മൂത്ത് തുടങ്ങിയ ഫ്രൂട്ട്സാണ് കിടക്കുന്നത്. എന്നാൽ ശരിക്കും മംഗോസ്റ്റിൻ മൂത്ത് കഴിയുമ്പോൾ പർപ്പിൾ കളറുള്ള ഫ്രൂട്ട്സായിട്ട് ഇത് മാറും. അതിൻ്റെ പുറം തുണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ മംഗോസ്റ്റിൻ നമുക്ക് ലഭിക്കും, നമുക്ക് കഴിക്കാം. അപ്പോൾ മംഗോസ്റ്റിൻ മരം, നിങ്ങൾ മംഗോസ്റ്റിൻ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഇനി മംഗോസ്റ്റിൻ മരം കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് മംഗോസ്റ്റിൻ. ഇനി പച്ചമുളക് ഉണ്ടാകുന്ന നല്ല എന്നാ പറയണേ, മത്തങ്ങ മുളക് ഉണ്ടാകുന്ന മുളക് ചെടി ഇതാണ്. ഇതിലല്ല എന്ന് പറഞ്ഞ് ഒരു വെണ്ടയ്ക്കയുമായി നിൽക്കുന്ന പാവം വെണ്ടയ്ക്ക. മാവുകളുടെ ഒരു സമുച്ചയം തന്നെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നീയാണോ ഞാനാണോ എന്ന് മത്സരിച്ച് വളരുന്ന മാവുകൾ. അവയ്ക്കിടയിൽ തിങ്ങി നിരങ്ങി നിൽക്കുന്ന വാഴ. എന്നെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലേ എന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഈ പച്ചക്കായ വാഴക്കൊല. എന്ത് ചെയ്യാം, ചുവക്കെ വന്നു പോയില്ലേ, പിന്നെ പഴുത്തിട്ട് തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന മറുപടിയോടുകൂടി സങ്കടത്തോടുകൂടി നിൽക്കുന്ന ഒരു കുടുംബം.